ഹലോ നമസ്കാരം. റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസിയോളജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ലോക പ്രശസ്തമായ ഓസ്ട്രേലിയൻ സൂവിലേക്കാണ്. എൻട്രൻസിൽ തന്നെ എക്സൈറ്റ്മെന്റ് തുടങ്ങി. ടിക്കറ്റ് എടുത്തു, മാപ്പ് പിടിച്ചു, റെഡിയായി എക്സ്പ്ലോർ ചെയ്യാൻ. നോർമലി ഈ എൻട്രൻസിൽ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല തിരക്കുള്ളതായി. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാവരും ഒഴിഞ്ഞു വന്നിരിക്കുമെന്നാ തോന്നണം കേട്ടോ. നമുക്ക് എൻട്രൻസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളെല്ലാം അവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം, 2 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അഡൽസിന് ഒരു റേറ്റ്, നമുക്ക് ചിൽഡ്രൻസ് അണ്ടർ 3ക്ക് നമുക്ക് പിന്നെ ടിക്കറ്റിന് ഫെയർ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമുക്ക് ലൂക്ക ഒരു ചെറിയൊരു വണ്ടിയൊക്കെ കണ്ടു. അതേ കയറണമെന്ന് വാശി പിടിച്ചു. അതേ കയറി കുറച്ച് ടൈമൊക്കെ ലൂക്ക സ്പെൻഡ് ചെയ്തു. പിന്നെ മുന്നോട്ട് നടന്നപ്പോഴത്തേക്കാണ് പ്രോബ്ലം. വാട്ടർ ഡ്രാഗൺ എവിടെ നോക്കിയാലും. ലൂക്കായിക്കാണെങ്കിൽ അതിനെ പിടിക്കണമെന്ന് ഭയങ്കര വാശി. ശാന്തിയാണെങ്കിൽ ലൂക്കയുടെ പുറകെ ഓട്ടോ, അതിനെ പിടിക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഒരുപാട് ടൈം ഇതിന്റെ പുറകെ സ്പെൻഡ് ചെയ്തു. 1970 ഇതൊരു ഫാമിലി ബേസ്ഡ് ഒരു സംരംഭമായിരുന്നു. നമ്മുടെ ക്രൊക്കഡൈൽസിനെയും റെപ്റ്റൈൽസിനെയും എല്ലാം റെസ്ക്യൂ ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു ഏരിയ. അത് പിന്നീട് 1992 ആയപ്പോഴത്തേക്ക് കൂടുതൽ ആനിമൽസിനെ എല്ലാം കൊണ്ടുവന്ന് ഓസ്ട്രേലിയൻ സൂ എന്ന രീതിയിൽ അത് നാമകരണം ചെയ്തു. അതുപോലെ തന്നെ സ്റ്റീവ് ഇർവിന്റെ ഒരു ജീവിത സ്വപ്നമായിരുന്നു ഈ ഓസ്ട്രേലിയൻ സൂ. നമ്മുടെ ക്രൊക്കഡൈലിന്റെ സെക്ഷൻ എല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡിങ്കോസിനെ കാണാൻ കേട്ടോ. നമ്മുടെ നാടൻ പട്ടി, അതാ അതിന്റെ ലുക്ക്. നമ്മുടെ കങ്കാരുവിന്റെ ബെത്ത് ശത്രു. കോവാല ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആനിമൽ ആട്ടോ കോവാല. ഇത് നമ്മുടെ കങ്കാരൂസിനെ പോലെ തന്നെ പൗച്ചില് കുട്ടികളെ വെച്ചാണ് വളർത്തുന്നത്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ആക്റ്റീവും പകൽ സമയങ്ങളിൽ ഫുള്ള് ഇവർ ഉറക്കമായിരിക്കും കേട്ടോ. കോവാല സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ. ഒരുപാട് പിള്ളേർ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചെന്ന പാടെ അവിടെ നമുക്ക് അവിടെ കളിക്കാനും കുളിക്കാനും ഉള്ളതിന്റെ ഒക്കെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലൂക്കാനൊരു സ്പെയർ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അങ്ങോട്ട് ഇറക്കി. ലൂക്ക ചെന്ന പാടെ തന്നെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ കയ്യിലാക്കി അവരായിട്ട് കളി തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 1 hour ലൂക്ക അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴപ്പോ ഒന്ന് തല തോർത്തി കൊടുക്കാനായിട്ട് ശാന്തിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. പിന്നെ പുള്ളി ആക്റ്റീവ് ആയപ്പോ പിന്നെ അതിനും വരാതെ. പിന്നെ ഞങ്ങൾ ബലം എന്ന് പറഞ്ഞ പോകണം അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമ്മുടെ ക്രൊക്കഡൈൽ ഷോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും കണ്ടുവരുന്ന ഒരാളാണ് കേട്ടോ റോബർട്ട് ഇർവിൻ. അത് നമ്മുടെ സ്റ്റീവ് ഇർവിന്റെ 2ാമത്തെ മകനാണ്. പുള്ളിയായി ഇപ്പൊ ഈ സൺഷൈൻ കോസ്റ്റ്ലി സൂവിന്റെ മെയിൻ കാര്യങ്ങളും ഇവിടുന്ന് ഈ TV ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതും അതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ റോബർട്ട് ഇർവിനാണ്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെ പലതായിട്ട് ഈ സൂവിനെ വിഭജിച്ചിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ രാജ്യത്തെ മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം കാണാനായിട്ടുള്ള സൗകര്യത്തിന് നമുക്ക് നമ്മുടെ ആനേനെയും ജിറാഫിനെയും എല്ലാ കാര്യത്തിനെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. ലൂക്ക ഫുള്ളി എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്റെ തോളത്ത് തന്നെ കയറിയിരിക്കുമായിരുന്നു എല്ലാവരെയും തന്നെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ എല്ലാവരും നമ്മുടെ ഈ ഓരോരോ മൃഗത്തിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ലൂക്ക അവിടെ നിന്നുണ്ട് അവരെ വിളിക്കുക ദൂരെ നിന്നുണ്ട്. അങ്ങനെ വിളികേട്ട് നോക്കി ഒരാളാ കേട്ടോ നിങ്ങളിപ്പോ കണ്ടത്. പിന്നെയും നമ്മൾ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു അത്ഭുതമാണ് റോബർട്ട് റെപ്റ്റൈൽ ഹൗസ്. നമുക്ക് നമ്മുടെ നാടനും സ്വദേശിയും വിദേശിയായിട്ടുള്ള ഒരുപാട് ഇനത്തിനെ കാണാൻ കേട്ടോ. നമ്മുടെ കിങ്കോബ്രൊക്കെ ഇരിക്കണം നോക്കി, എന്ത് സുന്ദരനായിട്ട് ഇരിക്കണം നോക്കി. അതുപോലെ നമ്മുടെ അണലിയുണ്ട്, ഇവിടുത്തെ ബ്ലാക്ക് സ്നേക്ക് ഉണ്ട്, ബ്രൗൺ സ്നേക്ക് ഉണ്ട്. എല്ലാവരും നല്ല ഊർജ്ജസ്വലരായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ യൂട്യൂബില് സൺഷൈൻ കോസ്റ്റ് സൂ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റോബർട്ട് ഇർവിന്റെ നമുക്ക് ക്രൊക്കഡൈൽ ഷോ ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, വെൽ ഓർഗനൈസ്ഡ് കേട്ടോ. നമ്മുടെ പിന്നെ ഓസ്ട്രേലിയൻ സൂവിന്റെ ചരിത്രവും അവരെങ്ങനെയാണ് ഈ സൂ രൂപീകരിച്ചതെന്നും എല്ലാം അതിനകത്ത് നല്ല കറക്റ്റ് ആയിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ലൂക്ക തോളത്ത് തന്നെ സ്ഥിരതാമസമാക്കി. കാരണം അവന് കൂടുതൽ കാണാൻ സൗകര്യം തോളത്തിരുന്നാണല്ലോ. പുള്ളി താഴോട്ടൂടെ നടക്കുമ്പോഴത്തേക്ക് അധികം കാണാൻ മേലാത്ത കാരണം മോളിൽ തന്നെയായി ഇരിപ്പ്. പിന്നെ കങ്കാരുവിനെ കണ്ടപ്പോൾ പുള്ളി താഴെ ഇറങ്ങി കേട്ടോ. കാരണം അവിടെ ഒരു കങ്കാരുവിന്റെ പൗച്ചില് ഒരു കുഞ്ഞു കങ്കാരു ഇരിപ്പുണ്ട്. അപ്പൊ അതിനെ കാണാനാകട്ടെ ഈ കുട്ടികളെല്ലാം അതിന്റെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്നത്. അവൻ ഓടി അതിനകത്ത് കയറിയതാ. തീരെ സൈസ് കുറഞ്ഞിട്ടുള്ളൊരു കങ്കാരു, ജനിച്ചിട്ട് അധികം നാളായിട്ട് പോലും ഇല്ല. അപ്പൊ ലൂക്കായും അതിനുവേണ്ടി കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പിന്നെ ലൂക്കായിക്കാണെങ്കിൽ കങ്കാരുവിനെ ഒന്ന് തുടരണമെന്ന് ഭയങ്കര ആഗ്രഹം. 2-3 കങ്കാരുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ടാണെങ്കിൽ അവരൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയോ
ലൂക്ക നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കങ്കാരുവിൻ്റെ അടുക്കെ പോയിരുന്ന് മയം തലോടലൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ടറും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൂക്കയുടെ മെയിൻ ഒരു ടൈം പാസ് ആയിരുന്നു കേട്ടോ ഈ സ്റ്റാച്ചുവിൻ്റെ പുറത്ത് കയറിയുള്ള ഇരിപ്പ്. അവിടെ ഇഷ്ടംപോലെ സ്റ്റാച്യൂസ് ഉണ്ട്, ക്രൊക്കഡൈൽസിൻ്റെയും ഡൈനോസേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഇഷ്ടംപോലെ സ്റ്റാച്ചു നമുക്ക് ഈ സൂവിൽ കാണാൻ പറ്റും. ലൂക്ക മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്തത് ഈ സ്റ്റാച്ചുവിൻ്റെ പുറത്താണ്. സ്റ്റാച്ചുവിൻ്റെ പുറത്തും ഈ സ്റ്റാച്ചുവിൻ്റെ വാ പൊളിച്ചിരിക്കുന്നതിൻ്റെ അകത്തും എല്ലാം കയറിയുള്ള ഫോട്ടോസും കാര്യങ്ങൾക്കും എല്ലാം പോസും ചെയ്തു. ഒരുപാട് ടൈം അതിനകത്ത് ലൂക്ക സ്പെൻഡ് ചെയ്തു. ആദ്യമായിട്ടെന്ന് പറഞ്ഞ പോണോ കേട്ടോ ലൂക്ക ഇത്രയും ഫോട്ടോസിന് പോസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന സ്റ്റൈലിൽ പുള്ളി ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ ഫോട്ടോസൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തില്ല കേട്ടോ. കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്തും കൂടിപ്പോകും, നമ്മുടെ വീഡിയോയുടെ കണ്ടിന്യൂറ്റിയും പോകുന്ന കാരണം ഞാൻ ആ ഫോട്ടോസൊന്നും ആഡ് ചെയ്തില്ല. പക്ഷെ നല്ല നല്ല പോസ് ലൂക്ക തന്നു. നമ്മളൊരു 11 മണിയോടെയാകട്ടെ നമ്മൾ ഈ സൂവിലേക്ക് എൻ്റർ ആയി. എന്നാൽ കൂടെ പരമാവധി എല്ലാ ഏരിയയും കവർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അതിന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത് നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ മാപ്പാകട്ടെ. പിന്നെ ഈ സൂ ആണെങ്കിലും വെൽ ഓർഗനൈസ്ഡാണ്. ഒന്നിലേക്ക് നമുക്ക് പോകാനുള്ള പ്രചോദനവും അതിനനുസരിച്ചുമാണ് അത് അവർ ക്രമീകരിച്ചും വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഓസ്ട്രേലിയൻ സൂവിലേക്കുള്ള ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല ഇന്നത്തെ വെതറും എല്ലാം അടിപൊളിയായിരുന്നു. നമുക്കിവിടെ ഒത്തിരി നടന്ന് കാണാനായിട്ടുണ്ട്. നല്ല രസം, ഒത്തിരി വെറൈറ്റി ഓഫ് ആനിമൽസും. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഓസ്ട്രേലിയ സൂ. അപ്പം നിങ്ങൾക്കും പറ്റുന്ന ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.